എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനും ഇടയിൽ നടന്ന ചില പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളെക്കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ വിജയത്തെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി, അതുപോലെ പുതിയ പുതിയ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സൈമൺ കമ്മീഷൻ 1927 ഇന്ത്യയിലേക്ക് വരുന്നത്. അത് 1919 വ്യവസ്ഥയായിരുന്നു. 10 വർഷത്തിന് ശേഷം ഇതൊന്ന് റിവ്യൂ ചെയ്യണം എന്നുള്ളത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൾഡ്വിൻ ആയിരുന്നു. അദ്ദേഹമാണ് ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിൽ ഒരു 7 അംഗ കമ്മിറ്റിയെ കമ്മീഷനെ ഇന്ത്യയിലേക്ക് നിയോഗിച്ചത്. ഈ കമ്മീഷൻ്റെ പ്രത്യേകത, അത് ഇന്ത്യക്കാരായി ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും വെള്ളക്കാരായിരുന്നു, വൈറ്റ് മെൻ ആയിരുന്നു. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്നതിന് വൈറ്റ് മെൻസ് കമ്മീഷൻ എന്നാണ്. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ പുതിയ പുതിയ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇന്ത്യക്കാർക്ക് വലിയൊരു അവമാനമായിരുന്നു. അതുപോലെ ഇന്ത്യക്കാരെല്ലാം രോഷാകുലരായി മാറുകയും ചെയ്തു. അതിശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷൻ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും, അതുപോലെ ബ്ലാക്ക് ഫ്ലാഗ് കരിങ്കൊടി പ്രകടനങ്ങളും, അതുപോലെ ഹർത്താലും ബോയ്ക്കോട്ടും എല്ലാം അരങ്ങേറി. ലാഹോറിലാണ് വളരെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത്. ലാഹോറിൽ ഇതിനെതിരെ നടന്ന പ്രതിഷേധ റാലിയുടെ നേർക്ക് അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന ജെയിംസ് സ്കോട്ട് അദ്ദേഹത്തിൻ്റെ പോലീസ് ലാത്തിചാർജ് നടത്തുകയും വന്യവയോധികനായ ലാലാ ലജ്പത് റായിയെ ക്രൂരമായി മർദ്ദിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം വേഗം തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ഒരു ഷോക്കായിരുന്നു. നമുക്കറിയാം, ഒരു യുവാവായ ഭഗത് സിംഗ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സാൻഡേഴ്സൺ എന്ന പോലീസുകാരനെ വധിക്കുന്നത്. സാൻഡേഴ്സിനെ വധിച്ചത് മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അദ്ദേഹം ജെയിംസ് സ്കോട്ടിനെ വധിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ സൈമൺ കമ്മീഷൻ ആകെ ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് പറയാം. അതിനുശേഷം നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് നെഹ്റു റിപ്പോർട്ട്, 1928 നെഹ്റു റിപ്പോർട്ട്. അതുപോലെ അതിനുശേഷം നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 11 ഡിമാൻഡ് ഗാന്ധിജി നിർദ്ദേശിച്ചിരുന്നു. ആ 11 ഡിമാൻഡ് ബ്രിട്ടീഷർ തള്ളിക്കളഞ്ഞു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ച് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കോൺഗ്രസ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു. ഈ പൂർണ്ണ സ്വാതന്ത്ര്യം നേടുന്നതിനും അതുപോലെ തന്നെ സൈമൺ കമ്മീഷൻ്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടും, നെഹ്റു റിപ്പോർട്ട് അവഗണിച്ച് പ്രതിഷേധിച്ചും 1929 പൂർണ്ണ സ്വരാജ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഗാന്ധിജി അതിശക്തമായ സമരം ആരംഭിച്ചു. അതാണ് 1930 നിയമലംഘന സമരം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അതിൽ പല കാരണങ്ങളുണ്ട്. ദാരിദ്ര്യം, അതുപോലെ ടാക്സ് വർദ്ധിപ്പിച്ച ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഉപ്പിൻ്റെ നികുതി വർദ്ധിപ്പിച്ചതാണ് അത് പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി ഗാന്ധിജി എടുത്തത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ നിയമലംഘന സമരം നടന്നത്.